Hi friends, Krishna Balakrishna from Eqtfx. നമ്മൾ എൻട്രി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ടല്ലേ. നമ്മൾ പല സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാറുണ്ട്. എൻട്രിക്ക് വേണ്ടി കറക്റ്റായിട്ട് സ്റ്റോക്കിനെ ഫോളോ ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതൽ റിഫൈൻ ചെയ്ത് ബെസ്റ്റ് എൻട്രീസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് ബേസിക്കലി. പക്ഷേ എക്സിറ്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എക്സിറ്റ് എൻട്രിയെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിറ്റിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് പിഴവ് പറ്റിയാൽ നമ്മുടെ ഹോൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറിന് വ്യത്യാസം വരും. നമ്മൾ ഗെയിൻ ചെയ്ത പ്രോഫിറ്റിൽ വ്യത്യാസം വരും. ഒരു പക്ഷേ നമ്മുടെ ക്യാപിറ്റലിനെ തന്നെ വലുതായിട്ട് അത് എറോസ് ചെയ്യാം ശരിക്കും. സോ ഞാനിന്ന് പറയാൻ പോകുന്ന വീഡിയോ ബേസിക്കലി കുറച്ച് എക്സിറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രാറ്റജീസാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. സോ വി വിൽ മൂവ് ടു ദി എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോ. ഫസ്റ്റ് എഡ്ജ് സ്ട്രാറ്റജി കോമൺ ആണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു നാണക്കേടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം ആർക്കും സ്റ്റോക്കിൽ 100% സക്സസ് ആർക്കും കിട്ടാറില്ല. ഒരു 70% 80% സക്സസ് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ആക്ച്വലി. കാര്യം ഒരു 80% ഒക്കെ കിട്ടിയാൽ മതി. നമ്മളൊരു 10 സ്റ്റോക്ക് ചെയ്തു, 2 സ്റ്റോക്കിൽ മിനിമം സ്റ്റോപ്പ് ലോസ് നമ്മൾ എക്സിറ്റ് ആയി, ഒരു 7 മുതൽ 8 സ്റ്റോക്ക് നമ്മൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയാൽ ഓവറോൾ പ്രോഫിറ്റ് നോക്കാൻ നേരത്തെ അത് വളരെ ബെനിഫിഷ്യലാണ് ശരിക്കും. അപ്പം നമ്മൾ എല്ലാ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് കമ്പൽസറി ആയിട്ട് വെക്കണം. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമുക്ക് കുറേയുടെ പ്രോബിലിറ്റിയുള്ള വേറെ സ്റ്റോക്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആവുന്നതാണ് ഫസ്റ്റ് എക്സിറ്റ് സ്ട്രാറ്റജി. സെക്കൻഡ് സ്ട്രാറ്റജി ഏതാണെന്ന് വെച്ചാൽ മൂവിങ് ആവറേജ് 5 എന്ന് പറയും. പല ഷോർട്ട് ടൈം ട്രേഡേഴ്സും മൂവിങ് ആവറേജ് 5 വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം അവർ സ്റ്റോക്കിൽ അവരെ കറക്റ്റ് എൻട്രി കിട്ടിയാൽ അവർ മൂവിങ് ആവറേജ് 5-ന് താഴെ സ്റ്റോക്ക് എന്ന് ക്ലോസ് ചെയ്യുന്നു. MA5-ന് താഴെ സ്റ്റോക്ക് പോയിട്ട് കാര്യമില്ല. MA5-ന് താഴെ സ്റ്റോക്ക് ആ ദിവസം ക്ലോസ് ചെയ്യണം. അങ്ങനത്തെ കേസിൽ അവർ ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആവും. ഇതാണ് മൂവിങ് ആവറേജ് 5 വെച്ചുള്ള എക്സിറ്റ് സ്ട്രാറ്റജി. പല ആൾക്കാരും മൂവിങ് ആവറേജ് 5-ന് താഴെ പോകുമ്പോൾ എക്സിറ്റ് ചെയ്യാറുണ്ട്. ഇത് ഒരു ചാർട്ടാണ്. നമ്മൾ മൂവിങ് ആവറേജ് 5 നമ്മൾ ഇടുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ നിൽക്കുകയാണെന്ന് വയ്ക്കാം. നമ്മളിവിടെ എൻട്രി ചെയ്തു, പോയി മൂവിങ് ആവറേജിൻ്റെ 5-ൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, മൂവിങ് ആവറേജ് 5-ൽ ആ ദിവസം വൈകുന്നേരം ക്ലോസ് ചെയ്യണം. ആ സമയത്ത് ആൾക്കാർ എക്സിറ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ ഒരു ക്യാൻഡിൽ മൂവിങ് ആവറേജിൻ്റെ 5 താഴെ ക്ലോസ് ചെയ്താണ് അല്ലേ. സപ്പോസ് നിങ്ങൾ ഈ ലെവലിലാണ് കയറിയെന്ന് വയ്ക്കുക. സപ്പോസ് നിങ്ങൾ കയറിയത് 154.90 മൂവിങ് ആവറേജിൻ്റെ 5-ൽ താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എത്രയാണ്? 180 ആണ് ശരിക്കും. സോ 154 കയറി 180ക്ക് നിങ്ങൾ എക്സിറ്റ് ചെയ്തു. ഇതാണ് മൂവിങ് ആവറേജ് 5 വെച്ചുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി. അടുത്ത എക്സിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ സ്റ്റോക്കിൽ എൻട്രിന് ശേഷം ട്രേഡേഴ്സ് അവർ സ്റ്റോക്ക് ഓരോ ദിവസം കയറി പോകുന്ന സമയത്ത് അവർ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അങ്ങനെ ഏതെങ്കിലും ലെവലിൽ സ്റ്റോക്ക് കയറി സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് ഒന്ന് താഴെ പോകുമ്പോൾ അവർ ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്ത് സ്റ്റോക്ക് താഴെ പോകും. അതാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആകുന്ന വേറൊരു സ്ട്രാറ്റജി. വേറൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിൽ നമ്മൾ കയറിയതിന് ശേഷം സ്റ്റോക്ക് റേഞ്ചിലായി, സ്റ്റോക്ക് മുകളിലേക്കുമില്ല, സ്റ്റോക്ക് താഴേക്കുമില്ല, വളരെ ലോ ആയിട്ടുള്ള വോളിയമാണ്, വളരെ ചെറിയ ക്യാൻഡിൽസാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു എന്താ പറയേണ്ട ഈ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയാലോ എന്നൊരു തോന്നൽ വരും ശരിക്കും. ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പം മൊമെൻറ്റമുള്ള വേറൊരു സ്റ്റോക്കിനെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ മൊമെൻറ്റമുള്ള സ്റ്റോക്കിലേക്ക് കയറാൻ നമ്മൾ ട്രൈ ചെയ്യും. കാരണം മൊമെൻറ്റമുള്ള സ്റ്റോക്കിൽ കയറിയാൽ നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ശരിക്കും. അതിനെയാണ് നമ്മൾ ആ റേഞ്ചിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് മൊമെൻ്റ് സ്റ്റോക്കിലേക്ക് കയറുന്നത് ശരിക്കും. ഇത് വേറെ എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. ധാരാളം ട്രേഡേഴ്സ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, ഷോർട്ട് ടൈം ട്രേഡേഴ്സ് 8%-ലോ 10%-ലോ എക്സിറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ ബൈ പ്രൈസിനെ കുറിച്ച് കൺഫേം ആണ്. അവർക്ക് അവരുടെ പ്രോഫിറ്റിനെ കുറിച്ച് അവർ ഡിസിപ്ലിൻഡ് ആണ്. അവർ ആ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് ആ ലെവലിൽ സ്റ്റോക്ക് എത്തുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കും. മേ ബി 8%, മേ ബി 10%. അവരെ സംബന്ധിച്ച് ഷോർട്ട് ടൈമിൽ ബെസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അടുത്ത സ്റ്റോക്ക് കയറുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ള സ്ട്രാറ്റജി. ഈ RSA ബെയറിഷ് ഡൈവർജൻസ് എന്നുള്ള കൺസെപ്റ്റ്
അതെന്താണെന്ന് വെച്ചാൽ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുന്നു, RSI കയറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ഓരോ ലെവലും കയറുന്നു, ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ച് RSI പതുക്കെ ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കാൻ തുടങ്ങും. RSI ബാൻഡ് ഒരു 3 to 5 ക്യാൻഡിലാണ്, ലേറ്റസ്റ്റ് 3 to 5 ക്യാൻഡിലാണ് ബെയറിഷ് ഡൈവർജൻസ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. പ്രൈസ് കയറുന്നു, RSI നേരെ ഓപ്പോസിറ്റായിട്ട് താഴുന്നു. ഇത് കണ്ടുകൊണ്ട് പ്രൈസ് താഴെ പോകുന്നുള്ള അർത്ഥമൊന്നുമില്ല, പക്ഷേ ഒരു കോഷനാണിത് ശരിക്കും. പല കേസിലും ഈ ഇറങ്ങുന്ന RSI ആ ബെയറിഷ് ട്രെൻഡ് കാണിക്കുന്ന RSI 60 ലെവലിൽ എത്തിയതിന് ശേഷം തിരിച്ചൊരു പോസിറ്റീവ് ഡൈവർജൻസ് എടുത്ത് കയറി നമുക്ക് കാണാൻ പറ്റും പല കേസിലും. പക്ഷേ പല ആൾക്കാരും അങ്ങനത്തെ ആ ലെവലിലേക്ക് ഒരു ചാൻസ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ 3 to 5 ലെവലിൽ ബെയറിഷ് ഡൈവർജൻസ് കണ്ടാൽ അവർ ക്ലീനായിട്ട് ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങും. അതിനെയാണ് RSI ബെയറിഷ് ഡൈവർജൻസിൻ്റെ ബേസിലുള്ള എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് വേറൊരു എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇത് RSI ഡൈവേർജൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രൈസിൽ അപ് ട്രെൻഡ് കാണിക്കും, RSIയിൽ ഡൗൺ ട്രെൻഡ് കാണിക്കും. ഇത് ഇൻഫോസിസിൻ്റെ ചാർട്ടാണ്, ഞാൻ ചാർട്ട് ലൈനിലേക്ക് മാറ്റിയതാണ്. സോ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം പ്രൈസിൽ എന്താ കാണിക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ പ്രൈസിൽ എന്താ കാണിക്കുന്നത്, ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ നോക്കും ഉണ്ടാ. അത് RSIയിൽ എന്താ കാണിച്ചെന്ന് നോക്കും. അത് നേരെ ഓപ്പോസിറ്റാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. നോക്കൂ, കുറച്ചുകൂടെ ഇത് കണ്ട പ്രൈസിൽ കുറച്ചുകൂടെ സൂം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അല്ലത് കണ്ട പ്രൈസിൽ അപ് ട്രെൻഡ് കാണിക്കുന്നു, RSIയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ് ആൻഡ് ഇറ്റ് കെയിം ഡൗൺ. ശരിക്കും നോക്കൂ, പ്രൈസിൽ അപ് ട്രെൻഡ് കാണിച്ചു, RSIയിൽ നേരെ ഓപ്പോസിറ്റ് ഡൈവേർജൻസ് ആണ്, ഫ്ലാറ്റായി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ എന്നുള്ള ഒരു കോഷനാണത്. അത് വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അതൊരു ബിഗ് കോഷനാണ് ശരിക്കും. നമ്മൾ നോക്കൂ, ക്യാൻഡിൽ നോക്ക്, അവിടെ കയറി ഇവിടെ ഫ്ലാറ്റായി. നമ്മൾ ആ ലൈൻ ചാർട്ട് മാറ്റാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഇത് കണ്ട് ധാരാളം ആൾക്കാർ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ എക്സിറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ RSI വെച്ച് സ്റ്റോക്കിൽ കയറാറുണ്ട്. RSI വീക്കിലി 60ക്ക് മുകളിലാണ്, RSI മന്ത്ലി 60ക്ക് മുകളിലാണ്, RSI ഡെയിലി അറൗണ്ട് 40 വരുമ്പോൾ കയറിയിട്ട് അവർ ആ RSI ഡെയിലി എന്നുള്ള സാധനം ട്രെൻഡ് ചെയ്ത് 60 ടച്ച് ചെയ്യുമ്പം സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങും. ഇതിനാണ് RSI ബേസ്ഡ് ആയിട്ടുള്ള വേറെ എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വേറെ സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് മീൻ റിവേഴ്സൺ. എൻ്റെ തന്നെ ഒരു വീഡിയോ മീൻ റിവേഴ്സനോട് ബന്ധപ്പെട്ടുണ്ട്, ക്ലാസിക്കൽ സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. അതായത് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് അതിന് ചേരുന്ന EMAയിൽ വന്ന് ബൗൺസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും EMA ടച്ച് ചെയ്യും, വീണ്ടും ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകും. അത് ഓരോ ബൗൺസും തൊട്ട് മുമ്പിലത്തെ സ്വിംഗ് ഹൈയെക്കാളും പുതിയ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രെൻഡിങ് സ്റ്റോക്കാണ് ശരിക്കും. അതിനാണ് പറയുന്നത് മദർ ആൻഡ് ചൈൽഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. EMA മദർ എന്നും പറയും, സ്റ്റോക്കിനെ ചൈൽഡ് എന്നും പറയും. സ്റ്റോക്ക് അതായത് ചൈൽഡ് മദറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ ദൂരം പോകത്തില്ല, തിരിച്ച് മദറിലേക്ക് വരും. ഇതിനാണ് മീൻ റിവേഴ്സൺ എന്ന് പറയുന്നത്. ലോകത്തിലെ പല ഹെഡ്ജ് ഫണ്ട്സും മീൻ റിവേഴ്സിൻ്റെ ബേസിലാണ് സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള അറിവുള്ള ട്രേഡേഴ്സ് തൊട്ട് മുമ്പിലത്തെ സ്വിംഗ് ഹൈയുടെ മേളിൽ എത്തിയതിന് ശേഷം അവർ പതുക്കെ എക്സിറ്റ് പ്ലാൻ ചെയ്തിരിക്കും. വരെ അവർക്കറിയില്ല ആ തൊട്ട് മുമ്പിലത്തെ സ്വിംഗ് ഹൈയുടെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് എന്തുമാത്രം പോകുന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നിശ്ചയമില്ല. ഈ സ്റ്റോക്ക് അവർ വളരെ ക്ലീനായിട്ട് വാച്ച് ചെയ്തിരിക്കും. എവിടെങ്കിലും ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഫീൽ കണ്ടാൽ അവരുടെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കും. ചില ലോങ് ടൈം ട്രേഡേഴ്സ് മൂവിങ് ആവറേജ് 50ക്ക് താഴെ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്ന ദിവസം സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങും. നമുക്കറിയാമല്ലോ മൂവിങ് ആവറേജ് 50യും അതിൻ്റെ താഴെയുള്ള മൂവിങ് ആവറേജസ് ലൈക്ക് മൂവിങ് ആവറേജ് 34, മൂവിങ് ആവറേജ് 20, മൂവിങ് ആവറേജ് 10 ഇതൊക്കെ സ്ട്രോങ് ബുള്ളിഷ് സ്റ്റോക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് എപ്പോഴും ഈ ആവറേജസിൻ്റെയൊക്കെ മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിങ് ആണ് ശരിക്കും. അപ്പം സ്റ്റോക്ക് MA50 മൂവിങ് ആവറേജ് 50യുടെ താഴെ പോകുന്നത് വെച്ചാൽ ആ ബുള്ളിഷ്നെസ്സിൽ നിന്ന് സ്റ്റോക്ക് ഒന്ന് താഴെ പോവുകയാണ് ചെയ്യുന്നത്. അത് മൂവിങ് ആവറേജ് 50യുടെ താഴെ പോയിട്ട് കാര്യമില്ല, ആ ദിവസം ആ പർട്ടിക്കുലർ ഡേയിൽ ക്ലോസിംഗ് മൂവിങ് ആവറേജ് 50യുടെ താഴെ ആയിരിക്കണം. ആ സമയത്ത് അത് ക്ലോസിംഗ് മൂവിങ് ആവറേജ് 50യുടെ താഴെയാണെന്നുള്ള കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് മേ ബി 3 മണിയോ മേ ബി 2:30 മണി മേ ബി 3:15 മണി ആ സമയത്ത് സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ കുറച്ച് ദിവസം സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യും. സ്റ്റോക്ക് തിരിച്ച് മൂവിങ് ആവറേജ് 50യുടെ താഴെ എന്തുമാത്രം പോയിട്ട് തിരിച്ച് കയറുന്ന ഒരു സ്ട്രോങ് ക്യാൻഡിലിൽ അവർ റീ എൻട്രി എടുക്കാനുള്ള സ്കോപ്പ് അവർ പ്ലാൻ ചെയ്തേക്കും. ഇതാണ് വേറൊരു സ്ട്രാറ്റജി. അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട് ടൈം ട്രേഡറാണ്, നമ്മൾ ജോലിയുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കമ്പനി 2-3 ദിവസത്തേക്ക് ഒരു മീറ്റിങ്ങിന് വിളിച്ച് സ്ട്രാറ്റജിക് മീറ്റിങ്ങിന് വിളിച്ചാൽ നമുക്ക് സ്റ്റോക്കിൽ നിന്ന് മാറിയിരിക്കും. കാര്യം നമ്മുടെ മീറ്റിംഗ് ഒക്കെയാണ്, പെട്ടെന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് സ്റ്റോക്കൊക്കെ താഴെ പോകാൻ തുടങ്ങുവാണെങ്കിൽ മീറ്റിംഗ് ഇടയിലിരുന്നുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തൽക്കാലം നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമുക്കൊരു ബെറ്റർ ഫോക്കസിന് വേണ്ടി നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും.
അല്ല നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൽ നിന്നൊന്നും മാറി നിൽക്കും. ഇതാണ് ബെയറിഷ് സ്ട്രാറ്റജി. ഫ്രണ്ട്സ്, ഓരോ എക്സിറ്റ് സ്ട്രാറ്റജിയും വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. കാര്യം എക്സിറ്റ് സ്ട്രാറ്റജി എൻട്രിയെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രോഫിറ്റ് സേവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ എൻട്രിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസും നിങ്ങൾ ഓരോ എക്സിറ്റിനും നിങ്ങൾ പ്ലാൻ ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു ട്രേഡ് കംപ്ലീറ്റ്നെസ് വരത്തുള്ളൂ. ഒരു ക്ലാസ് എൻട്രിയിൽ കൂടെ ഒരു സ്റ്റോക്കിൽ കയറി ഒരു മാന്യമായിട്ട് ലാഭം കിട്ടി നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു ട്രേഡിൻ്റെ കംപ്ലീറ്റ്നെസ് വരുന്നത്. ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ്നെസ് നിങ്ങൾ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള എൻട്രിയും കറക്റ്റായിട്ടുള്ള എക്സിറ്റും നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ട്രേഡ്സ് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. നമുക്ക് അടുത്താണ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.